വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാനിന്ന് ചോറ് വെച്ചിട്ട് ഒരു അലുവ ഉണ്ടാക്കാനാ, ഹൽവ. അത് നമുക്ക് ഇപ്പോൾ ബാക്കി വന്ന ചോറുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഹൽവ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി വേണം. പിന്നെ ഒരു നാളികേരം 1.5 ഗ്ലാസ് വെള്ളത്തിൽ നല്ല കട്ടിപ്പാൽ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാലിൽ ഈ ചോറ് നന്നായിട്ട് മിക്സിയിൽ അടിക്കണം. അപ്പോൾ ഞാനത് അടിക്കട്ടെ. ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ ചോറ് ഞാൻ മിക്സിയിൽ നന്നായി അടിച്ചു. ആ നാളികേരപ്പാലിൽ നന്നായി അടിഞ്ഞ് കിട്ടണണ്ട. ചോറ് മറ്റായിട്ട് കിടക്കാൻ പാടില്ല. നന്നായിട്ടത് നൈസായിട്ട് അടിയണം. പിന്നെ അരിപ്പൊടി പാലിൽ നന്നായി മിക്സ് ചെയ്തു. നമ്മളത് കുറുക്കിയ പോലെ ആക്കണതിൽ നല്ലോണം ഇളക്കണം. അതുപോലെ 4 അച്ച് ബെല്ലം ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട്. അത് വീത്തണം. എൻ്റെ പാൻ വളരെ ചെറുതായ കാരണം ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുറച്ചും കൂടി വീത്താനാ, അല്ലെങ്കിൽ പുറത്തേക്ക് പോവില്ലേ. കുറച്ചും കൂടി വീത്താനുണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ട് അത് പാനിൽ നിന്ന് വിട്ട് പോരുന്ന വരെ നമ്മൾ ചെയ്യണം. പിന്നെ ഈ കൂട്ടിലേക്ക് നമ്മൾ ഒരു പിഞ്ച് ഉപ്പിടാം. ലേശം ഒരു പിഞ്ച് നന്നായിട്ട് നമ്മൾ ഇളക്കിയിട്ട് അത് കട്ടയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ അലുവ ഏതാണ്ട് 3/4 ശരിയായിട്ടുണ്ട്. നമ്മുടെ പാനിൽ നിന്ന് വിട്ടു പോണ സ്ഥിതിയിലായിട്ടുണ്ട്. ഇതെൻ്റെ പാൻ കുറച്ച് ചെറുതായ കാരണം ഇളക്കാനായിട്ടൊരു പ്രയാസം. അതുപോലെ അതിൽ നമ്മൾ ഏലക്കായ പൊടിക്കണം. പഞ്ചസാര ഇട്ട് പൊടിച്ചത് അതിലിടാം. നന്നായി ഇളക്കാം. ഇപ്പം നമുക്ക് ചോറൊക്കെ ബാക്കി വരുമ്പോൾ ഇങ്ങനെ കുറച്ച് ചെയ്യാം. പിന്നെ അതിൽ നെയ്യ് വീത്തണം. നെയ്യ് ഒരു 2-3 സ്പൂൺ വീത്താം. അപ്പം എൻ്റെ നെയ്യ് കട്ടായിട്ടിരിക്കണ കാരണം ഞാൻ അങ്ങനെ വീത്തണം കേട്ടോ. ഒരു 3 സ്പൂൺ വീത്താം. പിന്നെ ഇതിൽ നാളികേര കൊത്തിടാം. പിന്നെ ബദാം, അണ്ടിപ്പരിപ്പൊക്കെ ഇതിൽ പൊട്ടിച്ചിടാം ചെറിയതായിട്ട്. അതിൽ നാളികേരക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലിടാം. അപ്പോൾ നമുക്ക് ബദാം, അണ്ടിപ്പരിപ്പൊക്കെ ഇടാണ്ട. അപ്പോൾ നമ്മുടെ ചോറ് വെച്ചിട്ടുള്ള ഹൽവ ശരിയായി റെഡി ആയിട്ടുണ്ട്. നമ്മളതൊരു പാത്രത്തിൽ സെറ്റാക്കണം. എന്നിട്ട് അത് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് തണുപ്പ് വേണമെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇത് ഞാൻ ഓഫാക്കട്ടെ. നമ്മുടെ ഹൽവ തയ്യാറായി. ഞാനതൊരു പാത്രത്തിൽ സെറ്റാക്കാനാണ്. തുണ്ട് നെയ്യ് ഇതൊക്കെ എന്നിട്ട് ഇതിലിടണം.
നമുക്ക് ഇതിന് മുകളിൽ അണ്ടിപ്പരിപ്പ് ഒക്കെ ഇടാം. അണ്ടിപ്പരിപ്പ് ബദാം ഒക്കെ സെറ്റാക്കി വെക്കാണ്ട. അങ്ങനെ നമ്മുടെ ചോറ് വെച്ചിട്ടുള്ള ഹൽവ തയ്യാറായി. ഇത് സെറ്റാക്കാനായിട്ട് നമുക്ക് കുറച്ച് നേരം വയ്ക്കാം. നമ്മുടെ ചോറ് കൊണ്ട് ഉണ്ടാക്കിയ ഹൽവ തയ്യാറായി. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തോളാം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം. അതുപോലെ ഇത് രസമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഹൽവയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇത് ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കിയോളാം. ബാക്കി വന്ന ചോറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.